ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. ഇനി മയോണൈസ് ഉണ്ടാക്കാൻ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒട്ടും വേണ്ട. അതിന് പകരം ഒരു സ്പൂൺ പാം ഓയിൽ മാത്രം ചേർത്ത് കടയിൽ കിട്ടുന്ന അതേ പെർഫെക്റ്റ് കൺസിസ്റ്റൻറ്റിയിൽ മയോണൈസ് ഉണ്ടാക്കാം. വളരെ ലാഭകരവും എളുപ്പവുമാണിത്. എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചേർത്തി കൊടുക്കാം. അതുപോലെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തി കൊടുത്തിട്ട് ഇനി 1 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് അതേ 1 ടീസ്പൂണോളം പാം ഓയിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓയിലാണ്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ചാറിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് നിർത്തി നമുക്ക് ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. ഇതാ തുറന്നു നോക്കിയപ്പോൾ ഇതാ അടിപൊളിയായിട്ട് മയോണൈസ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ്റെ കൂടെയോ ഷവർമയുടെ കൂടെയോ ഇനി അതല്ല മന്തിയുടെ കൂടെയോ ഒന്നല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സ്നാക്സിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയാണ്. അപ്പോൾ ഇനി മയോണൈസ് ഉണ്ടാക്കാൻ സൺഫ്ലവർ ഓയിൽ ഇല്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. പാം ഓയിൽ കൊണ്ടും ഉണ്ടാക്കിയ ഈ മയോണൈസിൻ്റെ രുചിയിൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസവും തോന്നില്ല, ഉറപ്പാണത്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നമ്മുടെ ചാനലിൽ ഇതിൻ്റെ മുന്നേ ഞാൻ 2-3 മയോണൈസ് റെസിപ്പികൾ അല്ല ഹെൽത്തി മയോണൈസ് ഒക്കെ ഞാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി കണ്ടുനോക്കുക. ഇൻഷാ അല്ലാഹ് അതുപോലെ വീണ്ടും അടിപൊളി ഒരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.